ഇതില് ഞാൻ ആകാശവാണിയിൽ നിന്ന് എനിക്ക് കിട്ടിയ 2 പാഠങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഏറ്റവും കുറച്ച് സമയത്തിൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി വിത്ത് ഏറ്റവും കുറച്ച് റിസോഴ്സസിൽ ഒരു പരിപാടി ഉണ്ടാക്കുക. അതാണ് എനിക്ക് കിട്ടിയ അനുഭവം. 2, ഈ ആകാശവാണിയിലെ ലളിതഗാനങ്ങൾ ഈ വേൾഡ് ക്ലാസ് ആർട്ടിസ്റ്റ് അക്കമ്പനി ചെയ്യുമ്പോൾ പാടുമ്പോൾ ഒരു ബീജിയം ഇല്ല. ഒരു പല്ലവി കഴിഞ്ഞ് 2 ചരണം, ഇതിനിടയിൽ ഒരു ഫിക്സ്ഡ് ബീജിയം ഇല്ല. ഇവര് ഒരു താളവട്ടം സ്വാമി വായിക്കും, ഒരു താളവട്ടം അമ്മാള് വായിക്കും, ഒരു താളവട്ടം കെ എസ് ഗോപാലകൃഷ്ണൻ വായിക്കും, ഇങ്ങനെയുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ പാടിയിട്ട് സിനിമ പാട്ടിൽ ചെല്ലുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ മീ. ഈ നാടകത്തിൽ നിന്ന് സിനിമയിൽ വരിക എന്ന് പറയുന്ന പോലെ ആകാശവാണിയിൽ നിന്ന് ഫിലിം മ്യൂസിക്കിലേക്ക് വന്നപ്പോൾ അതൊരു ആ ഒരു ക്ലാസ് എം ജി രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, കെ ടി ഉദയഭാനു, ഇവരൊക്കെ അവരുടെയൊക്കെ സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യൻസ്, അവരുടെയൊക്കെ ഒരു ആശീർവാദം, അവരുടെ പാഠങ്ങൾ, ആ ഒരു ഗുരുത്വം, അത് തന്നെയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പ്ലസ് ഒരു പരിപാടി നമ്മൾ ഇന്നും, അതായത് ഏറ്റവും കുറച്ച് വാക്കുകൾ. ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്, അത് ഏറ്റവും ബ്രീഫ് ആയിട്ട് ഏറ്റവും കുറച്ച് എഡിറ്റ് ചെയ്ത് അതിൽ ഏറ്റവും അതിൻ്റെ കാമ്പെടുത്ത് പറയുക അല്ലെങ്കിൽ അവതരിപ്പിക്കുക. ഈ ആകാശവാണിയിൽ നാടകത്തിൽ അഭിനയിക്കണം, പദ്യം ചൊല്ലണം, രാമായണം ചൊല്ലണം, ലളിതഗാനം പാടണം, നാടകം എല്ലാം ഉണ്ട്. പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞ ഒരു മേശയിൽ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, എല്ലായിടത്തും നമ്മൾ ഓടി നടന്ന് പല ജോലികൾ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം, അത് ആകാശവാണിയാണ് ഉണ്ടാക്കി തന്നത്.